ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു കുഞ്ഞു ആവയുടെ ഒരു കുഞ്ഞു ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം. ആദ്യമേ നമ്മൾ സ്കർട്ടിന് ലെന്ത് എടുക്കുന്നത് 9 ഇഞ്ചാണ്. സ്കർട്ടിൻ്റെ വീതി എടുക്കുന്നത് നമ്മൾ 21 ഇഞ്ച്, അതായത് ഒരു കട്ട് ചെയ്ത പാർട്ടാണത്, അതിന് ജോയിൻ്റ് ഇല്ല. ഇനി നമുക്കതിൻ്റെ ബോഡി പാർട്ടാണ്. ബോഡി പാർട്ട് ഞാൻ എടുക്കുന്നത് 7 ഇഞ്ച് ലെന്തും വണ്ണം നമ്മൾ എടുക്കുന്നത് 6.5 ഇഞ്ചുമാണ്. 6.5 ആകുമ്പം 12 ഇഞ്ചേ ഉള്ളൂ വണ്ണം നമുക്ക്. ഇനി നമുക്ക് കട്ട് ചെയ്യുന്നത്, കഴുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നത് 3 ഇഞ്ച് ഇറക്കവും 2 ഇഞ്ച് വീതിയിലുമാണ് കഴുത്ത്. നമ്മൾ ഇത് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഷോൾഡർ നമുക്ക് വേണ്ടുന്നത്. ഷോൾഡർ ഞാൻ കട്ട് ചെയ്തത് നല്ല ആം ഹോൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. നമ്മൾ ഇനി എടുക്കുന്നത് 1 ഇഞ്ചും 3 ഇഞ്ച് ലെന്തുമാണ് ആം ഹോളിന് എടുക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ബോഡി പാർട്ടിനകത്ത് നമ്മൾ ആം ഹോളിൻ്റെ ആ സൈഡിൽ നമ്മളൊരു 1/2 ഇഞ്ച് മുകളിലോട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് വീഡിയോയിൽ വന്നില്ല. ഇനി നമുക്ക് ഇതുണ്ടോ, ഇതേപോലെ ഞാൻ ഇനി സ്റ്റിച്ചിങ് ആണ്. ഇതുണ്ട്, നമ്മുടെ ഒരു ഭാഗം ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ഞാൻ ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഞാൻ സെപ്പറേറ്റ് കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടൊന്നുമില്ല. അതുപോലെ നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ മെഷീനകത്ത് മൊത്തത്തിൽ ഇച്ചിരി പണി വന്നിട്ടുണ്ട്. നൂല് കറക്റ്റ് ആവുന്നില്ല, അടിനൂല് പ്രശ്നം, മുകളിലത്തെ നൂല് പ്രശ്നം. ഇനി മെഷീനകത്ത് ചെറിയൊരു പണിയുണ്ട്. ഇനി കണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ പീസും കട്ട് ചെയ്ത് കളയാം. അന്നേരം ഈ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ കഴുത്തിനെടുക്കുന്ന പീസുണ്ടല്ലോ, 1 ഇഞ്ച് വീതിക്കാണ് നമ്മളത് വെക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ആ വി ഷേപ്പിൽ നമ്മൾ കട്ടിട്ട് കൊടുക്കണം. അത് കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാലും നമുക്ക് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് വി ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ആദ്യമേ ആ പീസിനകത്ത് വെച്ചൊരു തയ്യൽ പതിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് മടക്കി നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ 1/2 ഇഞ്ച് മടക്കി അകത്തോട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ മാത്രം കഴുത്തിനകത്ത് നമ്മൾ ഇച്ചിരി ലേസ് കൊടുക്കുന്നുണ്ട്. ബാക്ക് പാർട്ടിൽ ലേസ് കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ആ വീടെ ഭാഗം വരുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരുമ്പം അത് മടക്കി എടുത്തിട്ട് നമ്മൾ തിരിച്ച് മടക്കുമ്പം പുറത്തോട്ട് വരാത്ത രീതിയിൽ വേണം ആ പീസ് നമുക്ക് മടക്കി എടുക്കാൻ. ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനകത്ത് ലേസ് വയ്ക്കുന്ന ഭാഗം ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. 1/2 ഇഞ്ച് വീതിക്കാണ് നമ്മളിപ്പോൾ പടി വന്നേക്കുന്നത്. രണ്ട് ലേസ് നമ്മൾ ഇതേപോലെ മുകളിൽ നിന്ന് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ച് മതി. ഇതുപോലെ കൊടുത്തതിന് ശേഷം കണ്ട് ഈ മടക്കുന്ന വീടെ ഭാഗത്ത് ലേസ് ഇങ്ങോട്ട് ആദ്യം ഇച്ചിരി എടുത്തിട്ട് തിരിച്ച് അതിൻ്റെ മണ്ടയിൽ കൂടെ തിരിച്ച് പിടിക്കണം. എന്നാലും നമുക്ക് കറക്റ്റിന്. എന്നിട്ട് ആ മൂലഭാഗം വരുമ്പം നമ്മൾ അവിടുന്ന് ആ ലേസ് വന്നിടം വരെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. തിരിച്ച് ആ സ്റ്റിച്ചിങ്ങിൽ കൂടെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും പതിപ്പിച്ചെടുക്കാം. അതുപോലെ നമുക്ക് ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് 1.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ പീസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ആദ്യമേ ബോഡി പാർട്ട് ഒരു സൈഡ് മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ഒരു ഭാഗം മാത്രം. ഇനി നമുക്ക് ചെറിയ ചെറിയ ഞുറു ഇട്ട് കൊടുക്കാം. എന്താണ്, ഇനി നമുക്ക് സെപ്പറേറ്റ് ഞുറു ഇടണ്ട. ഈ ബോഡി പാർട്ടിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കൈവച്ച് നമുക്കൊരു കറക്റ്റ് ലെവലുണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് ഞുറു ഇട്ട് കൊടുത്താൽ മതി. ഇനി വേണ്ടുന്നതാണ് ഞാൻ പറഞ്ഞ കണക്ക് 1.5 ഇഞ്ച്. ഇനി നമ്മൾ ആ ഇപ്പുറത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അന്നേരം ബോഡി പാർട്ട് നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമാണ്. നമ്മൾ 1.5 ഇഞ്ച് വീതിക്കാണ് ഈ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് സ്ലീവിന് ചുറ്റും എടുത്തതിന് ശേഷം ഒരു 5.5-6 ഇഞ്ചോളം ആ വള്ളിക്ക് നീളം കൊടുക്കണം. എന്നാലേ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഷോൾഡറിൻ്റെ അവിടെ കെട്ടി വെക്കാൻ പറ്റത്തുള്ളൂ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് ഇടാനും നിർബന്ധം പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഫ്രോക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഇട്ട് കൊടുത്ത് നമുക്ക് കെട്ടാനേ കൈയൊക്കെ പിടിച്ച് വെച്ച് ഇടണ്ട. അന്നേരം ഇതിൻ്റെ 2-3 നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ വെച്ച് നമ്മൾ ആ സ്ലീവ് 1/2 ഇഞ്ച് മടക്കി കൊടുത്ത് നമ്മൾ ആദ്യം നല്ല ഭാഗത്തു നിന്നാണ് പന്ന ഭാഗത്താണ് പീസ് വെച്ചത്. അതിൽ നിന്ന് നല്ല ഭാഗത്തോട്ടാണ് ഇപ്പം നമ്മൾ മടക്കി അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ കഴുത്തിൻ്റെ ഭാഗം വരുമ്പോൾ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കണം മുറുകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനകത്തൊരു 2 ഡോറി ചെയ്യണം. 1/2 ഇഞ്ച് ഇതിൻ്റെ സ്കർട്ടിൻ്റെ ഭാഗം 1/2 ഇഞ്ച് മടക്കി 1/2 ഇഞ്ചിൽ റൗണ്ടിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടുന്ന ഈ 4 വള്ളി ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഡോറി ഫിറ്റ് ചെയ്യണം. ഈ ഡോറി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ റൗണ്ടിനൊരു പീസ് കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ദാണ്ട ആ ഡോറിയുടെ വള്ളി അതിനകത്തോട്ട് കയറ്റിയിട്ട് ചുരുട്ടി പിടിച്ച് മെഷീനിൽ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇടുമ്പോഴത്തേന് അത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വള്ളിയുടെ മുകളിൽ കൂടെ ആ ഡോറിയുടെ ഒരു കുറച്ച് ഭാഗം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. അന്നേരം നമുക്ക് നല്ല വൃത്തിയാണൊക്കെ കുറച്ചേ വരാമുള്ളൂ, ഒരു 1/4 ഇഞ്ചിന് വേണ്ടിയിട്ട് മാത്രമേ വരാമുള്ളേ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 4 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയിലും ഒരു ചതുര പീസ് എടുത്തിട്ട് നമ്മളിതുപോലെ ചെയ്യുന്നുണ്ട്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെയും ബായ്. ഡോറിയും ഇത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സെറ്റായിരിക്കും നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും വരെയും ബായ് കൂട്ടുകാരെ.